നമ്മൾക്ക് ഇവിടെ ഒരു പ്രോഗ്രാം നടത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഭരണസമിതി ഈ വർഷമെങ്കിലും നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അതാണ് ഇന്നത്തെ ഈ പുതുവത്സര ആഘോഷത്തിൻ്റെ തുടക്കം. 4 ദിവസം വൈകിയെങ്കിലും നമുക്ക് ദിവസങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ 4 ദിവസം വൈകിപ്പോയത്. പ്രോഗ്രാമിന് നമുക്ക് ഗാനമേള ടീമിനെ കിട്ടണം, അവർക്ക് 31 പ്രോഗ്രാം, അവർക്ക് ബുക്കിംഗ് ഉണ്ട്. പിന്നെ 31 എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വേറെയും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ജീവിതത്തിൽ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. സ്നേഹവും സൗഹൃദവും കൂട്ടി ഇണക്കാൻ വേണ്ടി കിട്ടുന്ന ഈ സന്ദർഭങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ തന്നെയാണ് വളരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ 24-25 ക്ലാസ് റൂമാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല ബുക്കിങ്ങും ഉണ്ട്. പിന്നെ 33 കേരളത്തിലുള്ള ക്ലബുകളായിട്ട് അപ്ലിക്കേഷനുണ്ട്. ഒരു 24 കേരളത്തിന് പുറത്തുള്ള ക്ലബുകളായിട്ട് നമുക്ക് അപ്ലിക്കേഷനുണ്ട്. അതൊക്കെ നല്ല പ്രീമിയം ക്ലബുകളാണ്. പിന്നെ ഈ ക്ലബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ നിർത്തില്ല. ഉദ്ദേശം ഒരു 15 ലക്ഷം രൂപയുടെ ലിക്കർ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ പറയും. ഒരു 30 ലക്ഷം രൂപ ക്യാഷ് ബാലൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഭരണസമിതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അതിന് ഞങ്ങളുടെ ഈ ഭരണസമിതിയെ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ഈ ഭരണസമിതിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടാതെ എൻ്റെ സഹോദര തുല്യനായ ഷാജു മാധവൻ സെക്രട്ടറി, കൂടെ മോഹനൻ എൻ്റെ ട്രഷററാണ് ഈ ക്ലബിൻ്റെ. ഇതൊക്കെ ഞങ്ങൾ അത്ര ഐക്യത്തോടു കൂടി നടക്കുന്നതുകൊണ്ട് ഇത്രയും സേവ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടെ എൻ്റെ കൂടെ FL4 ലൈസൻസി ആയിട്ട് മനോഹരേട്ടനുണ്ട്. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാൻ ജോയ് മാസ്റ്ററുണ്ട്. ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളുണ്ട്, ക്ലബ് അംഗങ്ങളുണ്ട്. കൂടാതെ ഇവിടുത്തെ ക്ലബിൻ്റെ സ്റ്റാഫുകളുണ്ട്. അവരുടെ ഒത്തൊരുമയാണ് ഈ വളർച്ചയുടെ മുഖ്യ ഘടകം. പിന്നെ പല കാര്യങ്ങളും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. സമയമില്ല. ഈ ജനുവരിയിൽ നമ്മുടെ ഈ ബോർഡ് പിരിച്ചുവിടും. അതിനു മുമ്പ് ഒരു ഇലക്ഷൻ വരാനുണ്ട്. ആ ഇലക്ഷനെ ഫേസ് ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പ് ചെയ്യേണ്ടത് ഈ നിയറസ്റ്റ് ആയിട്ടുള്ള